ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ ബജ്ജി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ചെമ്മീൻ്റെ അളവിനനുസരിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വേണമെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതല്ലെങ്കിൽ അപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ചെമ്മീൻ മസാല പുരട്ടിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ല എങ്കിൽ കുറച്ചുകൂടി വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മതിയേ. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരൽപ്പം ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. കുറച്ചൊന്ന് ലൂസിൽ വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ. അതുപോലെ ചെറിയ ഉരുളകളാക്കിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഉരുളയാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ. ഇത് പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കളറൊക്കെ മാറി അങ്ങ് ക്രിസ്പി ആയിപ്പോവും, ഉള്ളിൽ വേവാതെയാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം അങ്ങ് വേവുകയും ചെയ്യും, കളറ് മാറുകയും ചെയ്യും, ഉള്ളിൽ വേവാതെയായിപ്പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ സാധാരണ ചെമ്മീൻ ബജിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ബജിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.